ഇറാൻ യുദ്ധത്തിനു വേണ്ടി വന്ന ചെലവിനെ ചൊല്ലിയും യുദ്ധം അനിശ്ചിതമായി തുടരുന്നതിലും അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം പുകയുമ്പോൾ മറ്റൊരു വിവാദവും ശക്തമാവുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ US നാവികസേനയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണം. ചരിത്രത്തിലാദ്യമായി 260 ദിവസം തുടർച്ചയായി കടലിൽ കഴിയേണ്ടി വന്ന യുദ്ധക്കപ്പലിലെ പല നാവികസേനാംഗങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതായി റിപ്പോർട്ട്. കപ്പലിലെ മോശം ജീവിത സാഹചര്യങ്ങളും കഠിനമായ മാനസിക സമ്മർദ്ദവും കാരണം ജീവനക്കാർ കടലിലേക്ക് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായതായി നേവി ടൈംസ്, സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നീ പ്രമുഖ സൈനിക പത്രങ്ങൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോടെയാണ് യുദ്ധക്കപ്പലിൽ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം ലോകമറിയുന്നത്. 5000 സേനാംഗങ്ങളും 90 പോർ വിമാനങ്ങളും വഹിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ സംഭവിച്ചത് എന്താണ്? അതിനെക്കുറിച്ചറിയാം ലോകം പോയ വാരത്തിലെ ആദ്യ വാർത്തയിലൂടെ. സഞ്ചരിക്കുന്ന എയർബേസ് എന്നാണ് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെക്കുറിച്ചുള്ള വിശേഷണം. അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമാണ് ഈ കപ്പൽ. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വഹിക്കുന്ന കപ്പലാണിത്. ആകാശത്തെയോ കടലിലെയോ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത് അസ്വസ്ഥതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ശത്രുവിനെതിരെ പടക്കിറങ്ങിയ കപ്പലിനുള്ളിൽ പാളയത്തിൽ പടയും നാവികരുടെ ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ടതും അക്രമാസക്തവുമായ ആഭ്യന്തര ഏറ്റുമുട്ടലുകൾക്കാണ് USS എബ്രഹാം ലിങ്കൺ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ദീർഘകാലത്തെ കടൽ വിന്യാസവും കപ്പലിലെ അസഹനീയമായ ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിച്ച മാനസിക സമ്മർദ്ദമാണ് കപ്പലിലെ നാവികർ തമ്മിലുള്ള രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചത്. അക്രമസംഭവത്തിൽ 7 US നാവിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ വാർത്ത വ്യാജമാണെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. കപ്പലിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് മറീനുകളും നാവികരും. മാസങ്ങളായി തുടരുന്ന കടൽ ജീവിതവും യുദ്ധത്തിലെ അനിശ്ചിതത്വവും കഠിനമായ ജീവിത സാഹചര്യങ്ങളും നാവികരെ മാനസികമായി തളർത്തിയതിൻ്റെ അസ്വസ്ഥതകളാണ് കൂറ്റൻ കപ്പലിനുള്ളിൽ നടക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ നിമിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. 5000-ഓളം നാവികരും നാവിക വ്യോമസേനാംഗങ്ങളും ഒരേ സമയം കപ്പലിലുണ്ടായിരിക്കും. 2025 നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ സാന്റിയാഗോയിൽ നിന്നും പസഫിക് മേഖലയിലെ സാധാരണ പര്യടനത്തിനായി യാത്ര തിരിച്ചത്. 2026 മെയ് മാസത്തോടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങേണ്ടതായിരുന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിൽ ഇറാനുമായി US-ഇസ്രായേൽ സംഘർഷം ശക്തമായതോടെ കപ്പലിന്റെ സഞ്ചാരപാത മാറ്റി. ജനുവരി മുതൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേനയുടെ പ്രധാന ആക്രമണ കേന്ദ്രമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് USS എബ്രഹാം ലിങ്കൺ. ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിടാനും മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനും മുൻനിരയിൽ നിൽക്കുന്നത് ഈ വിമാനവാഹിനിയിലെ പോർ വിമാനങ്ങളും മറ്റുമാണ്. US നാവികസേനയുടെ വിമാനവാഹിനികളുടെ സാധാരണ പര്യടനം ഏകദേശം 180 ദിവസങ്ങൾക്കുള്ളിൽ തീരും. എന്നാൽ ആധുനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യങ്ങളിലൊന്നായി മാറുകയായിരുന്നു USS എബ്രഹാം ലിങ്കന്റെ ഇപ്രാവശ്യത്തെ വിന്യാസം. കപ്പലിലെ നാവികരും മറീനുകളും 250 ദിവസത്തിലേറെയായി തുടർച്ചയായി കടലിലാണ്. മടക്കയാത്രയുടെ തീയതി പലതവണ മാറ്റിവെച്ചു. എന്ന് നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരുവിധ ഉറപ്പുമില്ലാത്ത അനിശ്ചിതത്വമാണ് US നാവികരെ മാനസികമായും ശാരീരികമായും തളർത്തുന്നത്. രാജ്യത്തിനുള്ളിൽ വിവാദം ശക്തമായതോടെ USS എബ്രഹാം ലിങ്കനെ അമേരിക്കയിലേക്ക് തിരിച്ചുവിളിച്ച് പകരം USS ജോർജ് വാഷിംഗ്ടൺ എന്ന വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. USS ജോർജ് വാഷിംഗ്ടൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുകയാണെന്ന് അമേരിക്കൻ നാവികസേന അറിയിച്ചു. ഈ യാത്ര മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്നാണ് ദ വാൾ സ്ട്രീറ്റ് ജേണലിനോട് US ഉദ്യോഗസ്ഥർ പറഞ്ഞത്.